ഇന്ന് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. സുപരിചിതമായുള്ള കഥയായതുകൊണ്ട് അത് ദീർഘിപ്പിച്ച് വെറുതെ പറയണമില്ല. എന്താണ് പറഞ്ഞു വരുന്നത് എന്നാണ് ചോദ്യം. വിശ്വാമിത്രനും മേനകയും എല്ലാവർക്കും അറിയാം. വിശ്വാമിത്രന്റെ തപസ് ഇളക്കാനായിട്ടാണ് മേനക പോയത്. അതിലൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ അവര് വനത്തിൽ ഉപേക്ഷിച്ചു. ആ കുഞ്ഞിനെ ശകുന്ത പക്ഷികളാണ് വളർത്തിയത്. അങ്ങനെ ആ കുട്ടിയെ ശകുന്തള എന്ന് വിളിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കാവ്യഭാവനയ്ക്കാണ് ഇതിൽ പ്രാധാന്യം. ഇതങ്ങനെ റിയലിസ്റ്റിക് ആവണമെന്നില്ല, എന്തായാലും വേണ്ടില്ല. ആ കവിഭാവനയിൽ നിന്ന് കാളിദാസനെ പോലൊരാൾ എത്ര വലിയ കൃതിയാണ് ഉണ്ടാക്കിയത്. അതിന്റെ അർത്ഥങ്ങൾ അവിടെത്തി. പക്ഷി എങ്ങനെ വളർത്തിയേ? പക്ഷിയോട് പഠിപ്പിച്ചോ? UP സ്കൂളിൽ കൊണ്ടേ ചേർത്തിയോ? ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യം ഇല്ല. ആ ശകുന്തളയുടെ 2 തോഴിമാരാരാ? അനസൂയ, പ്രിയംവദ. ആ 2 തോഴിമാരെ ശകുന്തളയ്ക്ക് മാത്രമല്ല, നമുക്കും അവർ തോഴിമാരാവണം. നമുക്കും തോഴിമാരായിട്ട് മാറും. തോഴി എന്ന് പറഞ്ഞാൽ എന്താ? തോഴൻ, കൂടെ എപ്പോഴും ഉള്ളത്. പ്രിയംവദ, നാവോട് നല്ലതേ പറയുള്ളൂ, ചീത്ത വാക്ക് പറയില്ല. എന്ത് പറയുമ്പോഴും നാവുകൊണ്ട് നല്ലതേ പറയുള്ളൂ. പ്രിയംവദ തോഴിയായവർക്ക് അബദ്ധമുണ്ടോ? അവരെവിടെ പോയാലും കഞ്ഞി കുടിക്കും. അസൂയയില്ലാത്ത അവസ്ഥ. അസൂയയില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യ വ്യക്തിക്കായിരിക്കും. അത് മറ്റൊരു വിഷയമാണ്, പിന്നെ വിസ്തരിക്കാം. അതിൻ്റെ അസൂയ നല്ലതേ പറയുള്ളൂ, അസൂയയില്ല. പുതിയ സാരി വാങ്ങിയോ മീനാക്ഷി? പുതിയ സാരി, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലതേ പറയുള്ളൂ. എന്നാൽ ഈ സാരി വാങ്ങിയതിന് അസൂയ ഉണ്ടോ? അതുമില്ല. അസൂയ ഉണ്ടാവുകൊണ്ടാണല്ലോ ഇപ്പോഴേ 10-400 സാരി ഇല്ല, ഇനി എന്തിനാണ് എനിക്ക് സാരി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, വാങ്ങിക്കഴിഞ്ഞില്ലേ. അസൂയയുടെ അംശം ഉണ്ടാവരുത്. അപ്പൊ ശകുന്തളയ്ക്ക് എന്റെ അറിവില് ദേവാലയങ്ങളില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല്, ശകുന്തളയുടെ അങ്ങനെ ഒരു അറേഞ്ച്ഡ് കല്യാണമൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനമ്മമാരോട് പറഞ്ഞ് അവരുടെ പാദം തൊട്ട് നമസ്കരിച്ച് വെട്ടിലി അടക്കി വെച്ചിട്ടല്ലല്ലോ. ആ ആശ്രമത്തിൽ വളരുമ്പോൾ ദുഷ്യന്തനായിട്ട് പ്രണയം ഉണ്ടാവുകയും ദുഷ്യന്തനിൽ നിന്ന് ഗർഭിണിയാവുകയും ചെയ്തപ്പോ സാധാരണഗതിയിൽ ഒരു യാഥാസ്ഥിതികമായിട്ട് അതിനെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു ദേവത ആവാഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശകുന്തള അതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്താണ് പിന്നീട് വളർന്നത്, കണ്ഠമഹർഷിയുടെ ആശ്രമത്തിൽ. ആ മഹർഷിയുടെ പുത്രി തന്നെ ആയിരുന്നു. ശകുന്തള ഗർഭിണിയായി. വളരെ ഭംഗിയായിട്ട് കാളിദാസൻ ആ കഥ ശാകുന്തളത്തിൽ വർണ്ണിച്ചു. അത് കഴിഞ്ഞിട്ട് സമീപകാലം വരെയും എല്ലാ കഥകളുടെ അടിസ്ഥാനം കാമുകി ഗർഭിണിയാവലാണ്. എല്ലാ കഥയിലും. കേരളത്തിൽ തന്നെ അങ്ങനെ ഇഷ്ടംപോലെ നോവലുകൾ വന്നിരുന്നു. പൈങ്കിളി സാഹിത്യം എന്നുള്ളൊരു സാഹിത്യം തന്നെ വന്നു. ആ സാഹിത്യത്തിന്റെ ഏറ്റവും
പ്രധാനപ്പെട്ട എഴുത്തുകാരനെ കോട്ടയത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ കഥയിലും ഇങ്ങനത്തെ ഒരു വിഷയമല്ലേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കാലം മാറി. ഇപ്പൊ അങ്ങനെ അവിശുദ്ധ ബന്ധം കൊണ്ടൊന്നുമില്ല. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോണ്ട. ഇപ്പൊ കാമുകി ഗർഭിണിയായി തൊട്ടൊരു കഥ എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അങ്ങനെ ഒന്നും സമൂഹത്തിൽ നടക്കാത്ത കാലം ആണ്. ദുഷ്യന്തൻ ഓർമ്മശക്തി നശിച്ചു. ഒരു മഹർഷിയുടെ ശാപം കൊണ്ടാണ് സംഭവിച്ചത്. ശകുന്തളയെ കണ്ട കാര്യം തന്നെ ഓർമ്മ ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ ദുഷ്യന്തൻ ഏതെങ്കിലും ഗുളിക കഴിച്ചിരുന്നോന്ന്. കാരണം ഇപ്പൊ ചില അസുഖത്തിന്റെ ഗുളിക കഴിച്ചാൽ മറവി രോഗം വരുന്ന ഗുളികകൾ ഉണ്ട് എന്ന് ആ വക പഠനങ്ങൾ നമ്മൾ ജീവിതത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നാ കാലത്ത് അതൊന്നും ഇല്ലാന്ന് വെക്കാം. പക്ഷെ വളരെ ആധുനികതയുണ്ട്. പിന്നീട് മരീചി മഹർഷിയുടെ ആശ്രമത്തിലാണ് ശകുന്തള താമസിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു തവണ വിശ്വാമിത്രൻ അവിടെ വന്നു. ശകുന്തളയുടെ അച്ഛൻ. അതാണ് ആ ഡ്രാമ, നാടകീയത. ഏത് കഥയും മാത്രമാക്കുന്നത് അതൊരു നാടകീയത ആക്കുമ്പോഴാണ്. കഥ എഴുത്തുകാർ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ വരില്ലോ, അപ്പൊ അങ്ങനെയല്ലോ വരിക. പിന്നെ അപ്പൊ ആ സമയത്ത് ട്രെയിൻ ഇല്ലല്ലോ. അത് നാടകീയത വളരെ ഭംഗിയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. സുൽത്താൻ ബത്തേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ ഓടി. സുൽത്താൻ ബത്തേരിയിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നൊന്നും അതൊന്നും അവിടെ ചിന്തയില്ല. നല്ല ഭരിതത്തിനും നല്ല കവിഭാവനയ്ക്കും ചോദ്യങ്ങളില്ല. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ പ്രതിധ്വനിക്കാണ് പ്രാധാന്യം. അത് നമുക്ക് എന്ത് പ്രതിധ്വനം ആണ്. അങ്ങനെ ശകുന്തളയെ കണ്ടു എന്ന് ഭാവന. അപ്പാണ് മകളാണെന്ന് അറിയണം. ആ മകളാണ് എന്ന് അറിഞ്ഞു. ആരാ ഈ രീതിയിലാക്കിയത്? ദുഷ്യന്തൻ. ദുഷ്യന്തനെയും ദുഷ്യന്തന്റെ സാമ്രാജ്യത്തെയും മുഴുവൻ അഗ്നിക്കരയാക്കണമെങ്കിൽ വിശ്വാമിത്രൻ വിചാരിച്ചാൽ പറ്റും. രാജർഷിയാണ്, രാജാവുമാണ്, മഹർഷിയാണ്. അതുകൊണ്ടാണ് രാജർഷി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരുത്തൻ എന്റെ മോളെ പറഞ്ഞു വഞ്ചിച്ചോ, ഞാൻ അവനെ ഭസ്മമാക്കും കൊണ്ട് തടയാൻ ശ്രമിച്ചപ്പോ ശകുന്തള പറഞ്ഞ വരികളാണ് പറയുന്നത്. ശകുന്തള പറഞ്ഞത് വരിപ്പ ഞാൻ കേട്ടിട്ടുണ്ടോന്നില്ല, കേട്ടില്ല. പക്ഷെ ആ കവിഭാവന നമുക്ക് പലതും ചിന്തിക്കാനുള്ള കാരണം ഉണ്ടാക്കും. അച്ഛൻ ചെയ്ത അത്ര തെറ്റൊന്നും ദുഷ്യന്ത മഹാരാജാവ് ചെയ്തിട്ടില്ല. അച്ഛൻ ശപിക്കാൻ വരട്ടെ. എന്ത് കണ്ടിട്ട് അച്ഛൻ ചൂടാവണം? അച്ഛൻ എന്താ ചെയ്ത്? ജനിച്ച ഉടനെ എന്നെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചില്ലേ? അന്വേഷിച്ചോ? അമ്മ മുലയൂട്ടാൻ വന്നോ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എവിടെ, എങ്ങനെ ഒരു മകളുണ്ടോ, എവിടെയാണെന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായോ? പഠിക്കേണ്ട കാലത്ത് ഇന്ന പള്ളിക്കൂടത്ത് പഠിക്കാൻ അയച്ചോ? ഒടുവിൽ ഇപ്പോ ഒരു മറവി സംഭവിച്ചു. ആരാ എന്റെ മകളെ ദ്രോഹിച്ച ദുഷ്യന്തൻ എന്നുകൊണ്ട് ശപിക്കാൻ അച്ഛന് എന്ത് അർഹതയാണുള്ളത്? ഞാനിത് എവിടെ വായിച്ചതാണ്. എനിക്ക് ഈ ഭാവന വളരെ ഇഷ്ടമായി. ചില കാര്യമുണ്ടല്ലോ, അത് അങ്ങനെയാണോ എന്ന് ചോദിക്കണ്ട. വിശ്വാമിത്രൻ വലിയ ആള്, മേനകയും നിസ്സാരക്കാരിയല്ല. ഈ കുട്ടി അവിടെ കിടക്കുമ്പോൾ ആ കുട്ടി വളരുമെന്നുള്ള വിവരം നല്ലതുപോലെ അറിയാം. ഇനി വിശ്വാമിത്രന്റെ സിദ്ധികൾ മനസ്സിലാക്കിയോടത്തോളം കൊണ്ട് ശകുന്തള ഇതൊക്കെ പറയാത്തുന്ന വിശ്വാമിത്രൻ അറിയാം. ത്രികാലജ്ഞാനികളാണ് മഹർഷിമാർ. ഭൂതം, ഭാവി, വർത്തമാനമൊക്കെ അവർക്കറിയാം. അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യവും ഒരു ഉത്തരവും, എന്റെ മോളെ ആര്
പഠിപ്പിച്ചു, അവനെ ഞാൻ ഇപ്പൊ ശപിച്ച് ഭസ്മമാക്കുന്ന പറയലും അച്ഛൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയും ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കാരണം ഉണ്ടാക്കും. വലിയവർക്കും തെറ്റുപറ്റും. ആരാ വലിയവര്? നമ്മളെക്കാൾ വലിയൊരു വിഭാഗമല്ല. നമ്മളൊക്കെ വലിയവരാ, വലിയ വർത്താനൊക്കെ പറയും. എന്നിട്ടോ വലിയ മണ്ടത്തരവും പറ്റും. ഇതെന്നെ കാര്യം. വലിയവർക്ക് മാത്രം അങ്ങനെ ഒന്നും ആക്കണ്ട. എല്ലാവരും വിചാരം വലിയവരെന്നാണല്ലോ. തൃശ്ശൂർ പൂരത്തിന് 1,00,000 ആള് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ VIP ആരാ? ആ 1,00,000-ൽ നമ്മളെന്നെ VIP. നമ്മുടെ മുമ്പിൽ നമ്മളല്ലേ VIP. അതുകൊണ്ടല്ലേ ആന കാണുമ്പോൾ ആദ്യം ഓടുക? അവരവരുടെ ശരീരം കൊണ്ടല്ലേ. നമ്മളൊക്കെ VIP-യാ. നമുക്ക് തെറ്റുപറ്റും. ഇതിന് തുല്യമായുള്ള വിശ്വാമിത്രൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇതിന് തുല്യമായുള്ള മണ്ടത്തരമൊക്കെ നമ്മളും ജീവിതത്തിൽ പറയാറുണ്ട്. കേൾക്കുന്നവര് നമ്മൾ പ്രമാണിയാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുകയുള്ളൂ. കാരണം അവരുടെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയും, ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ മുഖത്ത് നോക്കി ചോദിച്ചില്ല, നിങ്ങൾ എന്താ ഉണ്ടായി എന്ന് ചോദിച്ചില്ല. അയാളെ വിഷമിപ്പിക്കേണ്ട വെച്ചിട്ട്. ശകുന്തള പറഞ്ഞു, തിരിഞ്ഞു നോക്കാത്ത ഒരച്ഛൻ ഇപ്പൊ കോപിക്കുന്നു പറഞ്ഞപ്പോ വിശ്വാമിത്രൻ എങ്ങനെയായിരിക്കുന്നു വിശ്വാമിത്രന്റെ മുഖമെന്ന് എനിക്ക് ഭാവന ചെയ്യാനേ പറ്റുള്ളൂ. വെറുതെ ഇതൊരു ചിന്തിക്കാനായിട്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് നമസ്കാരം.